ക്രിസ്തുവിൽ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ദൈവം നമ്മളെ എവിടെയായി പരിപാലിച്ച വിധങ്ങൾക്കായി ദൈവത്തിന് കോടാനുകൂടി നന്ദിയും സ്തോത്രം അർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ആദ്യ സ്നേഹം എന്നത് തന്നെയാണ്. നമുക്കറിയാം, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി വില കൊടുക്കുകയും അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം, വിലപ്പെട്ട ഹൃദയത്തെ ഞാൻ എന്നിലേക്ക് തന്നെ അല്പനേരം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് വിശുദ്ധിക്ക് ഒരുങ്ങാം. നമുക്കൊരുമിച്ച് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വീണ്ടും വീണ്ടും അലങ്കരിക്കാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം, വിശുദ്ധന്മാരുടെ ഇടയിലെ ഏറ്റവും വലിയ ഒരു ബലഹീനതയായി വിശുദ്ധ വേദം പഠിക്കുന്നത് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദ്യ സ്നേഹം എന്നത് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിലാണ് ആ ഭാഗം കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ വേദ പുസ്തകത്തിലെ സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മവിവശനായപ്പോൾ 7 സഭകളെ കുറിച്ച് പറയുന്ന, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന, ദൈവം വ്യക്തമായി പറഞ്ഞു കൊടുത്ത 7 സഭയുടെ ദൂതുകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ സഭ എഫെസോ സഭയാണ്. ആ സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒത്തിരി നമുക്കറിയാം. എങ്കിലും എൻ്റെ ചിന്തകൾ അവിടെ ഞാൻ നിർത്തുന്നില്ല, എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ നിർത്തുന്നില്ല. എങ്കിലും വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. ആ സഭയുടെ ഏറ്റവും ഭയങ്കരമായ പ്രത്യേകത അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളുള്ള സഭയാണ്. മറ്റുള്ളവരിൽ നിന്നും, മറ്റുള്ള സഭകളിൽ നിന്നും വ്യത്യസ്തമായ സഭ. നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രാവശ്യം ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും, ശ്രദ്ധിക്കണമേ, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും നീ തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എത്ര മനോഹരമായിരിക്കുന്നൊരു സഭ! ദൈവ സാന്നിധ്യത്തിൽ നിറയുന്ന സഭ, വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സഭ, സഹിഷ്ണുതയുള്ള സഭ, കർത്താവിന് വേണ്ടി കഷ്ടത സഹിച്ച ഒരു സഭ, ഭയങ്കരമായ പ്രവൃത്തി ഉള്ളൊരു സഭ. പക്ഷേ അതിനകത്ത് ഇവർ പോലും അറിയാതെ, ഇവർ പോലും ചിന്തിക്കാത്ത ഒരു കുറവ് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരി വില കൊടുക്കുന്നു, ഒത്തിരി അധ്വാനിക്കുന്നവരാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് യാതൊരു കുറവും നമുക്ക് കണ്ടെന്ന് വരില്ല. പക്ഷേ ഇതുപോലെയാണ് ഈ സഭ, എഫെസോ സഭ. എത്ര വ്യക്തമായി പരിശുദ്ധാത്മാവ് ആ ഭാഗം വ്യക്തമാക്കുന്നു. പ്രവൃത്തിയുണ്ട്, പ്രയത്നമുണ്ട്. പ്രവർത്തിക്കുന്നവരാണ്. 2, പ്രയത്നിക്കുന്നവരാണ്. സഹിഷ്ണുതയുണ്ട്. കണ്ടോ, പല സഭകളും പലതിലും സഹിഷ്ണുതയില്ല, ഇവർക്ക് സഹിഷ്ണുതയുണ്ട്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. കണ്ടോ, കൊള്ളരുതാത്തവർ വന്നിട്ടും അത് സഹിച്ചുകൂടാഞ്ഞതും. അടുത്ത് അപ്പോസ്തലന്മാരല്ലാതിരിക്കെ എന്ന് വെച്ചാൽ വിവേചനത്തിന്റെ ആത്മാവ് അവർക്കുണ്ടായിരുന്നു. അടുത്ത് നിനക്ക് സഹിഷ്ണുതയുള്ളതും സഹനശക്തിയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. അപ്പോൾ ഇത് എഫെസോ സഭയോടാണെങ്കിലും ഇത് നമ്മളോട് ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഒരു സഭയാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്.
നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നു, ഒത്തിരി ഓടുന്നു, ഒത്തിരി പണം മുടക്കുന്നു, ഒത്തിരി സഹിക്കുന്നു, നല്ല വെളിപ്പാടുകളുണ്ട്, നല്ല ദർശനങ്ങളുണ്ട്, നല്ല കാഴ്ചപ്പാടുണ്ട്. എങ്കിലും, അടുത്ത വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. കളഞ്ഞെന്നല്ല, വിട്ടുകളഞ്ഞു എന്ന ആദ്യ സ്നേഹം. അപ്പോൾ ആദ്യ സ്നേഹം ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്തുണ്ടാവും? കൃപാവരങ്ങൾ ഉണ്ടാകും, സഹിഷ്ണുത വരാം, വിവേചനത്തിന്റെ ആത്മാവുണ്ടാകാം. പക്ഷേ ആദ്യ സ്നേഹം, ഇത് ഏതാണ് ആദ്യ സ്നേഹം? ദൈവവുമായിട്ടുള്ള ഇറങ്ങി വന്നപ്പോഴുണ്ടായിരുന്ന സഭയുടെ സ്നേഹം അല്പം മാറിപ്പോയി. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധമതികളോട്, വിശുദ്ധന്മാരോട് ഈ സമയത്ത് ഈ ദൂത് കൈമാറുകയാണ്. നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ദൈവവും നമ്മളുമായി അഭേദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു. ഏതു സമയത്തും ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ പഴയ പ്രാർത്ഥന, ആ പഴയ ആരാധന, ആ പഴയ വിശുദ്ധി, ആ പഴയ വേർപാട്, ആ പഴയ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, പലതിലും നമ്മൾ അയവരുത്തി, കുഴപ്പമില്ല, ഞാൻ ഇത്രയൊക്കെ പ്രവർത്തിക്കുന്നല്ലോ, ദൈവം ക്ഷമിക്കും. ഇതിനെയാണ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് സഭയെ കുറിച്ച് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾ നോക്കണം, അടുത്ത് പറയും, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നിന്നെ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. കണ്ടോ, എത്ര വളരെ വ്യക്തമാണ്. അവർക്ക് ഏകദേശം 7ഓളം പ്രവൃത്തികളെ കുറിച്ച്, പ്രയത്നത്തെ കുറിച്ച്, അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണ്. നമ്മളാണെങ്കിൽ പറയും 100ൽ 99 ചെയ്യുന്നല്ലോ, കുഴപ്പമില്ല. പക്ഷെ കർത്താവ് പറയുന്നത് 100 വാങ്ങണം. അതിന് ഏറ്റവും വലുത് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന എന്റെ ദൈവഭൃത്യന്മാരെ, അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അവസാന സമയത്ത് നമ്മൾ കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്താകരുത്. നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ജീവിതത്തിനകത്ത് ആദ്യ സ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പ്രാർത്ഥനയുണ്ട്, അപ്പോൾ തന്നെ കൂടിവരവുണ്ട്, അപ്പോൾ തന്നെ നല്ല കൃപാവരങ്ങളാൽ ജ്വലിക്കുന്നുമുണ്ട്. ഒന്ന് ചിന്തിക്കുക, ഞാൻ യേശുവിൽ നിന്നും അകന്നു പോയോ? എന്റെ പ്രാണപ്രിയനെ വിട്ട് എവിടെയെങ്കിലും അകന്നു നിൽക്കുന്നു? നമുക്കൊക്കെ അറിയാം, വിവാഹം കഴിക്കുന്ന സമയത്ത് ഭാര്യയുമായിട്ടുള്ള ബന്ധം ഭയങ്കര ബന്ധമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിയോ, കഴിച്ചോ, എന്ത് ചെയ്യുന്നു, ഒരു 100 വട്ടം ഫോൺ ചെയ്യും. ആഹാരം കഴിച്ചോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുക, അന്വേഷണം. എന്നാൽ ഒരു കുഞ്ഞ് ലഭിക്കുമ്പോൾ പിന്നീട് ആ അന്വേഷണമില്ല. കാരണം എന്താ? എവിടെയോ ആദ്യത്തെ സ്നേഹത്തിൽ നിന്നും അവർ തമ്മിൽ അകന്നുപോയി. ഇതിന് ഇടയിൽ വേറെന്തോ കയറി വന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടാനുള്ള കാര്യം ലോകത്തിന്റെ എന്തോ നമ്മുടെയും കർത്താവിന്റെയും ഇടയിൽ കയറി വന്നു. ഒന്ന് പരിശോധന നടത്തുവാനുള്ള ഒരു പകൽക്കാലമായി പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നമുക്ക് വേണ്ടി തരികയാണ്. നമ്മൾ മടങ്ങി വരണം. നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മളുടെ നിലവിളക്ക് അതേ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടും. എന്ന് വെച്ചാൽ നിത്യത നഷ്ടപ്പെടും. നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തു എന്നല്ല, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ മടങ്ങി വരണം. അത് എന്ത് വില കൊടുത്ത് നമ്മൾ മടങ്ങി വരണം. കളയേണ്ടതിനെ പൂർണ്ണമായിട്ട് കളഞ്ഞ് ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് അടുക്കാൻ ചേർന്ന് കഴിയാതിരിക്കുന്ന, ആ കൂട്ടായ്മയിൽ വരാൻ തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കളയുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് സ്നേഹമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആദ്യ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം
അതിന്റെ 1 മുതലുള്ള വാക്യം. സ്നേഹത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ഒരധ്യായം തന്നെ നീക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം സ്നേഹത്തിന് വേദപുസ്തകം ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ലേഖകൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിലോട്ട് നമ്മൾ അണഞ്ഞണഞ്ഞ് വരുമ്പോഴാണ് ആ ദൈവവുമായിട്ട് നമ്മൾ ചേർന്ന് വരുന്നത്. ഇനി നോക്കുക, ഞാൻ കൂടുതൽ പറയുന്നില്ല. 13-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹം ഇല്ല എങ്കിൽ ഞാൻ ഏതുമില്ല. കണ്ടോ, നമുക്ക് എന്ത് കൃപാവരമുണ്ടെന്നല്ല, നമ്മൾ ആദ്യ സ്നേഹത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ തിരഞ്ഞ് ഈ പകൽക്കാലം വന്നിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ ആദ്യ സ്നേഹം എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് യേശുവിനെ കണ്ട് ഇറങ്ങിയപ്പോഴുണ്ടായ സ്നേഹം, അതിനുശേഷം കിട്ടിയതാണ് എന്താണ്? ദൂതന്മാരുടെ ഭാഷ, മനുഷ്യരുടെ ഭാഷകൾ എന്ന് വെച്ചാൽ അന്യഭാഷകൾ, അതുപോലെ ജ്ഞാനങ്ങൾ, ദൈവവചനത്തിന്റെ ജ്ഞാനങ്ങൾ, അതുപോലെ തന്നെ ആരാധനകൾ, പ്രവചനങ്ങൾ, ഇതൊക്കെ അതിന് ശേഷം കിട്ടിയതാണ്. ആദ്യം കിട്ടിയത് ദൈവവുമായിട്ടുള്ള സ്നേഹമാണ്, ആ ബന്ധമാണ്. ഞാൻ യേശുവിലേക്ക് വരാനുള്ള കാര്യം എന്താണ്? എനിക്ക് യേശുവിനെ ഇഷ്ടമായതുകൊണ്ടാണ്, ആ സ്നേഹത്തിലോട്ട് എന്നെ അവൻ ആകർഷിച്ചത് കൊണ്ടാണ്. പക്ഷേ ഇതിവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതൊക്കെ ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. അടുത്ത് നോക്കണം, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. കണ്ടോ, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ദാനങ്ങൾ ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ എന്ന് വെച്ചാൽ ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല. ക്രിസ്തുവുമായുള്ള സ്നേഹമില്ലാതെ ഞാൻ എന്തൊക്കെ ചെയ്താലും അത് വ്യർത്ഥമാണ്. അടുത്ത് നോക്കണം, പ്രയോജനം എനിക്ക് സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. കണ്ടോ, അപ്പോൾ ആദ്യ സ്നേഹം ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്തുണ്ടാകില്ല? സ്വാർത്ഥത ഉണ്ടാകില്ല, എല്ലാം പൊറുക്കും, എല്ലാം വിശ്വസിക്കും, എല്ലാം പ്രത്യാശിക്കും, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളോട്, ദൈവഭക്തന്മാരോട് ഞാൻ പറയുന്നു, എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കോപം വരുന്നത്? അനീതിയിൽ നമ്മൾ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു സൈഡ്, പ്രവചിക്കുന്നു, ഭാഷാപരങ്ങളുണ്ട്, പലവിധമായ ജ്ഞാനങ്ങളുണ്ട്, അതൊരു സൈഡിൽ. പക്ഷേ നമ്മളൊരു നിസ്സാര വിഷയത്തിൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകുന്നു. പ്രത്യേകിച്ച് അഭിഷക്തന്മാർ, അവർക്ക് നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പെട്ടെന്ന് ഒരാൾ വിശ്വാസി വന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. നോ, അതിന്റെ പിന്നിലുള്ള ഒറ്റ രഹസ്യമേ ഉള്ളൂ. യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മൾ അല്പം അകന്നു പോയത് കൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്, ദോഷം കണക്കിടുന്നത്, പിന്നെ നിഗളിച്ചു പോകുന്നത്, അയോഗ്യമായി നടക്കുന്നത്, ചീർക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല, യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മൾ അകന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിനകത്ത് 1 കൊരിന്ത്യർക്കിൽ എഴുതിയ ലേഖനം 13-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ കാറ്റഗറിയിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ? ഈ വിഭാഗത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് ഒത്തിരി കർത്താവ് വന്നാൽ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞ് സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ എഫെസോസ് സഭയോട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. എത്രമാത്രം ദൈവത്തെ അഗ്നി ജ്വാലയ്ക്കുള്ള ഒത്ത കണ്ണുള്ളവന്റെ കണ്ണുകളിൽ എത്ര കാലം ആ മറഞ്ഞിരുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തുകയാണ്.
ചിലപ്പോൾ ഈ സന്ദേശം നിങ്ങളെ ഒരിക്കൽ കൂടി തട്ടി ഉണർത്തുന്നത്, കർത്താവിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴുണ്ടായ സ്നേഹം മാറിപ്പോയി, ആ പഴയ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, ആ പഴയ ഉപവാസം നഷ്ടപ്പെട്ടു പോയി, ആ പഴയ മുടിരാത്രി പ്രാർത്ഥന വിട്ടുപോയി, ആ പഴയ കൃപാവരങ്ങളിൽ നിങ്ങൾ അകന്നുപോയി, ആ പഴയ പ്രവചനങ്ങൾ, ഒരു വ്യക്തിയെ വിവേചിക്കാനുള്ള പ്രത്യേക കൃപ, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു പോകരുത്. അയ്യോ, എന്റെ ജീവിതം തീർന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇന്ന് ഇപ്പോൾ നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നോക്കണം, നമ്മൾ സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ ആരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യൂല, നമ്മൾ ആരോടും കോപിക്കില്ല, നമ്മൾ ആരോടും ദേഷ്യപ്പെടുന്നില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പക്ഷെ സ്നാനപ്പെട്ട് ഇറങ്ങി വന്നപ്പോൾ നമുക്കുള്ള പ്രത്യാശ എത്ര വലുതായിരുന്നു. പക്ഷേ ഇന്ന് നോക്കണം, ഇന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നു. നമ്മുടെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല, പ്രത്യാശിക്കാൻ കഴിയുന്നില്ല, വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല, വചനത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നില്ല. കാരണമെന്ത്? ആദ്യ സ്നേഹം നമ്മിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇന്ന് മരിച്ചാൽ നമ്മൾ ഇവിടെ പോകും എന്നൊരു ചോദ്യം പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, അടുത്ത വാക്യം പറയുന്നു, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. കണ്ടോ, എന്നതുകൊണ്ട് പ്രവചനം ഇന്ന് ഇല്ലെന്നല്ല, അന്യഭാഷ നിന്നു പോയെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, അവർ അങ്ങനെ പഠിപ്പിച്ചോട്ടെ. പക്ഷേ വിശുദ്ധന്മാരോട് പറയുന്നു, പ്രവചനം നിന്നിട്ടില്ല, അഭിഷേകം നിന്നിട്ടില്ല, അന്യഭാഷ നിന്നിട്ടില്ല, രോഗശാന്തി നിന്നിട്ടില്ല. കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവരെയും ഈ ഭൂമിയിൽ അത് ഉണ്ടായിരിക്കും. അത് പ്രാപിച്ചെടുത്ത ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത് നിൽക്കരുത്. നിങ്ങളുടെ മരണം വരെയും, അതിലെ കർത്താവിന്റെ വരവരെയും അത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ ഓരോ ദിവസവും അത് വളർത്തി വളർത്തി അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് അത് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അതിന്റെ അവസാനം 13-ാം വാക്യം നിങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. കണ്ടോ? അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നതാണ്. പക്ഷെ ഇവയിൽ വലുതും, ഈ മൂന്നെണ്ണത്തിലും വലുതേതാണ്? സ്നേഹം തന്നെയാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് കർത്താവാണ്. കാരണം വചനം പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുന്നുണ്ടോ? ഈ പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അല്പം പോലും മാറ്റാതെ നിങ്ങൾ പറയുക, കർത്താവേ, ഞാൻ എവിടെയൊക്കെയോ മാറിപ്പോയി, എൻ്റെ യേശുവിൽ നിന്ന് ഞാൻ എവിടെയൊക്കെ അകന്നുപോയി, ഞാൻ എൻ്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. ഹല്ലേലൂയ, ഞാൻ മടങ്ങി വരുന്നു എന്ന് നിങ്ങൾക്ക് പറയാമോ? ഇനി നിങ്ങൾ നോക്കുക, വേദപുസ്തകം ഇനി അടുത്ത് പഠിപ്പിക്കുന്നത് എന്താണ് സ്നേഹം, എങ്ങനെയാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ദശാംശം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത്, ഓ, ഞാൻ ദൈവത്തെ സ്നേഹിച്ചതാ കൊടുത്തത്. സ്തോത്രം, ദൈവം തന്നിട്ടാണ് നമ്മളത് കൊടുത്തത് കേട്ടോ. ഇനി നോക്കണം, ഇനി ചിലർ പറയും, എല്ലാ ആരാധനയ്ക്ക് പോകും ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ 10 ആത്മാക്കളെ നേടി ദൈവത്തെ സ്നേഹിക്കും അല്ല. വിശുദ്ധ വേദപുസ്തകം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1 നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നിങ്ങൾ ഇങ്ങനെ വായിക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കണ്ടോ, അവിടെ പറയുന്നത് വായിച്ചത് കേട്ടോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത് എങ്ങനെയാ? ഓരോ കൽപ്പനകള്, ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങളെ കണ്ടിട്ട് നമ്മൾ അകന്നകന്നകന്ന് പോവുക. നാത്തൂൻ പറഞ്ഞു അതല്ല ശരി, ഇതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൽപ്പന ഒന്ന് കുറച്ചു, ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. നമ്മുടെ പാസ്റ്റർമാര് പറഞ്ഞു അതല്ല ശരി, ഇതാണെന്ന് പറഞ്ഞപ്പോൾ ആ കൽപ്പന നമ്മൾ തെറ്റിച്ചു, അല്പം അകന്നുപോയി. നമ്മുടെ ഭർത്താവ് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, മക്കൾ പറഞ്ഞു, അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ആ കൽപ്പനയിൽ നിന്ന് അകന്നുപോയി. എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹത്തിലോട്ട് അടുത്തു വരുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ദൈവവചനം 66 പുസ്തകത്തിനകത്തുള്ള ദൈവവചനത്തിലൊക്കെ നമ്മൾ ഉറച്ചു നിന്നവരാ. ഒരു സമയത്ത് വിശുദ്ധിക്കും വേർപാടിനും ഉറച്ചു നിന്നവരാ. പണ്ടത്തെ അപ്പച്ചന്മാർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് വലിയ കഴിവ് ജ്ഞാനമൊന്നുമില്ല. പക്ഷേ അവർ അറിയാവുന്ന ദൈവഭൃത്യന്മാർ അവർക്ക് കൊടുക്കുന്ന പത്യ ഉപദേശത്തിൽ അവർ ഉറച്ചു നിന്നു. എന്ന് വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി.
ആ സ്നേഹമാണ് അടുത്ത തലമുറകളിൽ ദൈവപ്രവൃത്തി കാണാനിടയായത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയട്ടെ, ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങൾ മാറിക്കടന്നു പോകും തോറും നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുമ്പോഴും നിങ്ങൾ ദൈവമക്കളെന്ന് നിങ്ങൾക്ക് പറയാം. ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ദൈവമക്കളായിരിക്കാം, നല്ലൊരു പാസ്റ്ററായിരിക്കാം, നല്ലൊരു അഭിഷക്തരെന്ന് പറഞ്ഞേക്കാം. ലോകം പറയും, പക്ഷെ ദൈവം പറയുന്നു, നീ എന്നെ വിട്ട് ദൂരത്തു നിന്ന് അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പത്രോസിനെ നോക്കിടാം, യേശുവിന്റെ കൂടെ ചേർന്ന് നിന്നവൻ ഇപ്പോഴും നോക്കിടാം, അകലം വിട്ട് അകലം വിട്ട് അകലം വിട്ട് അകലം വിട്ട് അകലം വിട്ട് അവൻ പിന്മാറ്റത്തിൽ പോവുകയാണ്. സ്തോത്രം. യേശുവിന്റെ മാറോട് ചേർന്ന് നടക്കാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് നമുക്കൊരു ആലോചന പറയുകയാണ്. നിങ്ങൾ അതിന്റെ 15-ാം വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. കണ്ടോ, അവന്റെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു ഭക്തന്റെ മേൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ ഉള്ളിലാക്കി തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയിലേക്ക് നടക്കുന്നവന്റെ കൂടെയാണ് പരിശുദ്ധാത്മാവുള്ളത്. ആദ്യ സ്നേഹത്തിൽ നിൽക്കുന്നവന്റെ കൂടെയാണ് പരിശുദ്ധാത്മാവുള്ളത്. കൽപ്പന നഷ്ടപ്പെടുത്തി, ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി, ആദ്യ സ്നേഹമൊക്കെ നഷ്ടപ്പെടുത്തി അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്റെ കൂട്ടത്തിലല്ല, പ്രവചിച്ചുകൊണ്ട് നടക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ദൈവത്തിന്റെ ഓരോ മിനിറ്റും ദൈവത്തിന്റെ കൽപ്പനയിൽ എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തിൽ വളരും തോറും അവന്റെ ആത്മാവിന്റെ ശക്തി ശക്തമായി വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇനി മറ്റൊരു ഭാഗമുണ്ട്. അതിന്റെ 23-ാമത്തെ വാക്യം, 23 നമ്മൾ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 2:23 നോക്കുക. 14:23 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം, 1 കൽപ്പന കാത്തുകൊള്ളും, 2 വചനത്തെ പ്രമാണിക്കും. നമ്മുടെ വചനം, നമ്മൾ വചനത്തിൽ നിന്ന് എപ്പോഴൊക്കെ പ്രമാണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, പ്രമാണത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെട്ടെന്ന് വരില്ല, കയ്യടി നഷ്ടപ്പെട്ടെന്ന് വരില്ല, അന്യഭാഷ കുറഞ്ഞെന്ന് വരില്ല, പള്ളിയിലെ പ്രധാന സ്ഥാനം പോയിന്ന് വരില്ല, നിങ്ങളുടെ മറ്റുള്ള പുറമെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റം വരില്ല. പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, കാഹളം ധ്വനിക്കുമ്പോൾ ഉയരത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അതിന് ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നത് എന്താണ്? അവന്റെ വചനത്തെ അനുസരിക്കണം, അവന്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. ഇനി നിങ്ങൾ നോക്കുക, ഇല്ലാത്തവരെ കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഹല്ലേലൂയ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പനകൾ നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയാൻ ദൈവത്തിന്റെ കൽപ്പനകളെ വചനങ്ങളെ അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുക ദൈവത്തെ. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവന്റെ പേര് ഇവിടെ പറയുന്നു കള്ളൻ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവദാസീദാസന്മാരോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളും വചനങ്ങളും പ്രമാണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വിശ്വാസികളെ, ബിലീവേഴ്സിനെ നിങ്ങൾ സ്നേഹിക്കും. നിങ്ങളുടെ പാസ്റ്റേഴ്സിനെ നിങ്ങൾ സ്നേഹിക്കും. ജാതി നോക്കാതെ, മതം നോക്കാതെ നിങ്ങൾ സ്നേഹിക്കും. ഹല്ലേലൂയ. ഇപ്പോഴങ്ങനെയല്ല. വിശുദ്ധന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം ഇതാണ്. നമ്മളൊരു ഹിന്ദുവിനെ കണ്ട നമ്മൾ സ്നേഹിക്കൂല, മുസ്ലിമിനെ കണ്ട സ്നേഹിക്കില്ല, മറ്റു സഭക്കാരെ കണ്ട സ്നേഹിക്കില്ല. കാരണം എന്താ? അവർ ഭയങ്കര വിശുദ്ധ. അതല്ല വേദപുസ്തകം പറയുന്നത്. നിന്റെ സഹോദരനെ സ്നേഹിക്കുക. നിന്റെ സഹോദരൻ എന്ന് പറയുന്നത് എന്താ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവര് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അവൻ ഹിന്ദു ആയിരിക്കാം, അവൻ മുസ്ലിം ആയിരിക്കാം, അവൻ ജൈനനായിരിക്കാം, അവൻ പാർസി ആയിരിക്കാം, അവനൊരു അവിശ്വാസിയായിരിക്കാം, അവനൊരു നിരീശ്വരവാദിയായിരിക്കാം. എല്ലാവരെയും സ്നേഹിക്കണം. അതാണ് ദൈവം പറയുന്നത്, ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്.
ഇല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നത് കള്ളനെന്ന വാക്കിന് നമ്മൾ ഹല്ലേലൂയ വേദപുസ്തകം നമ്മളെ കള്ളനെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ ഈ ചെറിയ സന്ദേശത്തിൽ കൂടെ ഒരു വലിയ മർമ്മം നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്. ആദ്യ സ്നേഹത്തിൽ നിന്നും അകന്നു പോയ ആരെങ്കിലും എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് മടങ്ങി വരണം. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. എഫെസോ സഭയോട് വളരെ വ്യക്തമായി പറഞ്ഞു, നീ മടങ്ങി വന്നില്ല എങ്കിൽ നിന്റെ നിലവിളക്ക് നിന്റെ സ്ഥാനത്ത് നിന്നും ഞാൻ മാറ്റിക്കളയും. ഹല്ലേലൂയ. ദൈവത്തോട് അവനെ ചോദിക്കാം, സഭയ്ക്ക് ചോദിക്കാം, ഞങ്ങൾ ഇത്രമാത്രം കഠിനമേറിയ വേദനയിൽ കൂടെ പോയി, ഇത്രമാത്രം അങ്ങയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്തു, ഇത്രമാത്രം അധ്വാനിച്ചു, എന്നിട്ട് എന്താണ് അങ്ങ് ഇത് ഞങ്ങളോട് പറയുന്നത്? കർത്താവിന് ആവശ്യം പ്രയത്നത്തെക്കാൾ മറ്റുള്ള പുറമെയുള്ള ശുശ്രൂഷകളെക്കാൾ കർത്താവിന് വലുത് കർത്താവുമായുള്ള സ്നേഹബന്ധം. പ്രൈസ് ദി ലോർഡ്. അവന്റെ മാറോട് ചേർന്ന് ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം ആര് തീരുമാനമെടുക്കാനുണ്ട്? യേശുവേ യേശുവേ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക. കർത്താവിന്റെ ഇഷ്ടം എന്ന് പറയുന്ന എന്താണ്? അവന്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. 2, അവന്റെ വചനം അനുസരിക്കണം. ഈ 2 കാര്യം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം കൂടുകയാണ്. ദൈവത്തോട് നാം അടുത്തുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, അതിന്റെ കണ്ണാലുള്ള തെളിവെന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. അതിനെയാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഈ ദൈവസ്നേഹം നഷ്ടപ്പെട്ട് വർഷങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിൽ കൂടെ വിരൽ ചൂണ്ടി പറയുന്നു, നമുക്കൊന്ന് മടങ്ങി വരണം. നമ്മുടെ യേശുവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. പ്രിയാങ്കളെ, പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിത ശുശ്രൂഷകന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ മരണം ഏത് സമയത്ത് സംഭവിക്കാം. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ സെക്കൻഡിൽ നിങ്ങളുടെ ജീവൻ കടന്നുപോയാൽ നിങ്ങൾ ഇന്ന് എവിടെയായിരിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ കഴിക്കും? നമ്മുടെ ദൈവദാസന്മാർ, നമ്മുടെ വിശ്വാസികൾ നമുക്ക് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ തരും. നല്ല പാട്ട് കൊയറിനെ കൊണ്ടിരുത്തി നന്നായിട്ട് പാടിപ്പിക്കും. നല്ല പുകഴ്ചയായ ഒത്തിരി പുകഴ്ത്തി പറയുന്ന വാക്കുകൾ ആ സദസ്സിൽ ഉണ്ടാകും. മാർബിൾ കല്ലറയ്ക്കകത്ത് നമ്മൾ അടയ്ക്കും. പക്ഷേ കാഹളം ധനിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പകർന്നു വരണമെങ്കിൽ നാം ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. നഷ്ടപ്പെട്ട് കിടക്കുന്ന ആദ്യ സ്നേഹം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ദൈവത്തിന്റെ കൽപ്പനകളെ പുറകിലെറിഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ വചനത്തെ നിസ്സാരമായത് കാരണം കൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. ഇത് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകലാൻ തുടങ്ങുമ്പോൾ ലോകത്തിന്റെ സ്നേഹം അകത്ത് വരാൻ തുടങ്ങി. സഭകൾക്കകത്ത് ലോക സ്നേഹം വരാൻ തുടങ്ങി. വ്യക്തികൾക്കകത്ത് ദൈവത്തിന്റെ സ്നേഹം നിന്നെടുത്ത് ഇപ്പോൾ ലോക സ്നേഹം വരാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് നാട്ടുകാരുടെ വാക്ക് മാത്രമേ കേൾക്കുകയുള്ളൂ. പണ്ടങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ടിറങ്ങുന്നപ്പോൾ ഒരു വിഷയം വരും, ഓടി മുഴങ്കാൽ മടക്കി മണിക്കൂറോളം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആലോചന ചോദിച്ച് നമ്മളെ വിജയം നേടി വരാം. ഇന്ന് നോക്കുക, വീട്ടിനകത്തൊരു പ്രശ്നം വരും, നേരെ പഞ്ചായത്ത് ഓഫീസിൽ പോവും, കോർപ്പറേഷൻ ഓഫീസിൽ പോവും, അവിടുത്തെ മെമ്പറിനെ കാണും, അല്ലെങ്കിൽ മന്ത്രിമാരെ കാണും, അവിടുത്തെ ഓഫീസർമാരെ കാണും. പണ്ടങ്ങനെയല്ല. പണ്ട് എത്ര വലിയ വിഷയം വന്നാലും വരുവിൻ, നമുക്ക് ഉപവസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസന്നിധി ആലോചന ചോദിക്കാം. പോയില്ലേ? കാരണം എന്താണ്? ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി. പണ്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കില്ല, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഇന്നെവിടെ? എടുത്തു ചാടി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വാർത്ഥതയിൽ നമ്മൾ ചെയ്യുന്നു. അതിന്റെ പിന്നിൽ എന്താണ് നഷ്ടപ്പെടുന്നത്? ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നതുകൊണ്ടാണ്. നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോഴുണ്ടായ ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ കൈയടിക്കാം. നമ്മുടെ നാട്ടുകാരൊക്കെ പറയും നല്ലൊരു വിശുദ്ധൻ എന്നൊക്കെ പറയും, നല്ലൊരു പാസ്റ്റർ എന്നൊക്കെ പറയും. പക്ഷെ മരണശേഷം നമുക്ക് നിത്യതയിൽ പോകാൻ പറ്റില്ല, അപ്പനെ കാണാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടിയല്ലേ എല്ലാം വിട്ടിറങ്ങിയത്, എല്ലാം കളഞ്ഞിറങ്ങിയത് ഈ ഒരു വിഷയത്തിന് വേണ്ടിയല്ലേ? നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു. നമ്മൾ ഈ സ്ഥാനത്തേക്ക് വന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാ, നിത്യതയിൽ പോകണം. മരണം ഉറപ്പാണ്. ദൈവദാസിയെ കുഞ്ഞെ, മരണം ഉറപ്പാണ്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രാന്തിയാകുമെങ്കിലും നമുക്ക് പിന്നെ ശങ്കയുണ്ടോ? ഒരു കവിവരൻ എഴുതിയ വരികളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്.
ഇവിടെ വെട്ടിപ്പിടിച്ച പലരും ഈ മണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളും നാളെ പോകുന്നേ. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടാം. ഒരു ചെറിയ അറ്റാക്ക് മതി, ഒരു ചെറിയ നെഞ്ചുവേദന മതി, വെറും ഒരു തലവേദന മതി പോകാൻ ഒരു സെക്കൻഡ്. ആ സമയത്ത് ചിലപ്പോൾ മടങ്ങി വരാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല, തിരിഞ്ഞു വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഈ അങ്ങളെ വരില്ല. നമ്മൾ വിശുദ്ധന്മാരെന്ന് ഈ ഭൂമി പറയുന്നതല്ല, നമ്മുടെ പാസ്റ്റർമാര് പറയുന്നതല്ല. കർത്താവ് പറയണം, എന്റെ വിശുദ്ധന്മാരെ ഇവിടേക്ക് കയറി വരിക എന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പിൽ നിങ്ങളും കയറി വരണം, ഞാനും കയറി വരണം. അതിന് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ ലേക്ക് വരേണ്ട ആ പടിയിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറഞ്ഞു വരികയാണ്. ഇതൊരു ചെറിയ സന്ദേശമാണെങ്കിലും ഈ മർമ്മം വലുത് എന്ന് ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും ഞങ്ങൾ അകറ്റിക്കളഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ സ്നേഹം, ലോകത്തിന്റെ മോഹം, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്തെങ്കിലും ഞങ്ങൾ അകറ്റിക്കളഞ്ഞെങ്കിൽ ഞങ്ങളിതാ തിരിച്ചു വരികയാണ് ആ പഴയ പ്രാർത്ഥനയിലേക്ക്, ആ പഴയ വിശുദ്ധിയിലേക്ക്, ആ പഴയ വേർപാടിലേക്ക്, പഴയ ആരാധനയിലേക്ക്. മനുഷ്യന്റെ വാക്കുകേട്ട്, ലോകത്തിന്റെ വാക്കുകേട്ട്, ഭർത്താവിന്റെ വാക്കുകേട്ട്, ഭാര്യയുടെ വാക്കുകേട്ട്, കുഞ്ഞുങ്ങളുടെ വാക്കുകേട്ട്, സമൂഹത്തിന്റെ വാക്കുകേട്ട്, അഭിഷേക്തന്മാരുടെ വാക്കുകേട്ട്, അയ്യോ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പാ, ഞാൻ തിരിച്ചു വരുന്നു കർത്താവേ, ഞാൻ തിരിച്ചു വരുന്നു പപ്പാ, ഞാൻ വീടിനടുത്തുനിന്ന് തിരിച്ചു വരുന്നു കർത്താവേ, എന്നെ അങ്ങ് സ്നേഹിക്കണമേ. അങ്ങ് ഞാൻ സ്നേഹിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ വിട്ടുപോയി, അങ്ങയുടെ കൽപ്പനകളെ ത്യജിച്ചു കളഞ്ഞു കർത്താവേ. എന്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇതിന് കാരണം ഒന്നേ ഉള്ളൂ, ഞാൻ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു കർത്താവേ. ഞാനിതാ ഇന്ന് പകൽക്കാലം ഈ സന്ദേശങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കീഴ്പ്പെടുന്നു കർത്താവേ. തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം ചെറുതാണെങ്കിലും ഇതിനകത്തുള്ള മർമ്മം ഏറ്റവും വലുതാണ്. നമുക്ക് ഏറ്റെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും കാണുന്നവരെ ക്രിസ്തുവിൽ നമ്മൾ ഒരുമിച്ച് സൂക്ഷിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.